Hello everyone, welcome to my YouTube channel. So today we are going to discuss about the very much important topic Indus Valley Civilization. So my reference material here is Tamil Nadu NCRT and the main NCRTs. I'll be covering the R.S. Sharma in a separate. If there is something to add on, then I'll be covering in a separate video, just as an add-on. So let's begin. So, what is meant by Indus Valley Civilization? It was a civilization that has existed in the northwestern part of India, that is currently the modern India and Pakistan, Afghanistan area. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരമായിരുന്നു എന്ത്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മെയിൻ ഏരിയ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആണെന്ന് നമുക്ക് അറിയാം. അതിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഉള്ള എവിടെയൊക്കെ പോവും, ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യും അതിൽ. അതേപോലെ തന്നെ പാകിസ്ഥാൻ. ഈ രണ്ട് രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു 1.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയ കവർ ചെയ്തിരുന്ന ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇന്ത്യാസ് ഫസ്റ്റ് സിവിലൈസേഷൻ ആണ് ഏത്? ഇൻഡസ് വാലി. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മാത്രമല്ല, നമുക്ക് സൗത്ത് ഏഷ്യാസ് ഫസ്റ്റ് സിവിലൈസേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സൗത്ത് ഏഷ്യാസ് ഫസ്റ്റ് സിവിലൈസേഷൻ കൂടിയാണ് ഏത്? ഇൻഡസ് വാലി. Comparing to the contemporary Mesopotamian and Egyptian civilization, the Indus Valley is larger than in area. So, Indus Valley civilization is larger than Mesopotamian and Egyptian civilization, which were contemporary to Indus Valley. Larger in area wise ആണ് എന്ത് ലാർജർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സംസ്കാരമായിരുന്നു നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഉണ്ടായിരുന്നതായിട്ട്. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് നോട്ട് യൂണിഫോം. ഇത് ഈ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് കിടന്നിരുന്നത്. അറ്റ് ദി സെയിം ടൈം ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് മീസോലിത്തിക്കും അതേപോലെ നിയോലിത്തിക് കൾച്ചേഴ്സും എന്ത് ചെയ്തു? പ്രിവെയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതി, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സിവിലൈസേഷൻ അല്ലെങ്കിൽ പീരീഡുകളായിരുന്നു ഇന്ത്യയിൽ അന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് 3rd മില്ലേനിയം ബി സിയിലാണ് ഈ ഒരു സിവിലൈസേഷൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ വെസ്റ്റേൺ ബോർഡർ എന്ന് പറയുമ്പം പാകിസ്ഥാൻ ഇറാൻ ബോർഡർ ആയിട്ടുള്ള സുക്ത ഗന്തോറാണ്. ഇതാണ് സുക്ത ഗന്തോർ എവിടെയാണ്? പാക് ഇറാൻ ബോർഡർ ആണ്, വിച്ച് ഇസ് ദ വെസ്റ്റേൺ ബൗണ്ടറി വി ക്യാൻ സേ. പിന്നെ നോർത്തിൽ പറഞ്ഞ ഷോർത്തുഗൈ ആണ് നോർത്തിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലാണ് എന്ത് ഷോർത്തുഗൈ വരുന്നത്. ബോർഡറാണ്, അതും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറാണ് ഷോർത്തുഗൈ വരുന്നത്. ദെൻ അലോങ് ദി ഈസ്റ്റേൺ ആൻഡ് വി ഹാവ് അലാം ഗിർപൂർ എവിടെയാണ്? ഇന്ത്യയിലാണ്, യു പിയിലാണ് അലാം ഗിർപൂർ വരുന്നത്. അതേപോലെ ഇൻ ദ സദേൺ എൻഡ് വി ഹാവ് ദൈമാബാദ്. നമ്മൾ ദൈമാബാദിനെ കുറിച്ച് പറഞ്ഞുമായിരുന്നു അല്ലേ? ദൈമാബാദ് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു. ദൈമാബാദ് ഇസ് ദ ലാർജസ്റ്റ് ചാൽക്കോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ചാൽക്കോലിത്തിക് സൈറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ദൈമാബാദ്. എവിടെയാണ്? മഹാരാഷ്ട്ര, വിച്ച് ഇസ് ദ സദേൺ എൻഡ് ഓഫ് ദി IVC എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ ബോർഡറിങ് ഏരിയാസ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും ഭാഗത്ത് വ്യാപിച്ച് കിടന്നിരുന്നൊരു സിവിലൈസേഷനാണ്. ഇതിൻ്റെ കോർ ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമാണ്. കോർ ഏരിയ എന്ന് പറയുമ്പോൾ എല്ലായിടും ഒന്നും ഇന്ത്യയിൽ വരുന്നില്ല. എവിടെയൊക്കെയുണ്ട്? ഗുജറാത്ത് ഏരിയ വരുന്നുണ്ട്, അതേപോലെ രാജസ്ഥാൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്തുണ്ട്? ഹരിയാന വരുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന. പിന്നെ ഉള്ളത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസൊക്കെ അങ്ങോട്ടേക്കാണ്. പിന്നെ അങ്ങോട്ട് സിന്ധ് പ്രൊവിൻസ്, പഞ്ചാബ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാനൊക്കെയാണ് പിന്നെ മെയിനായിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് യു പിയിലും സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മേജർ കോർ ഏരിയ എന്ന് പറയുന്നത് ഇത്രയാണെന്നുള്ളത് ആലോചിച്ച് വെക്കും.
നമുക്ക് ഒരുപാട് സൈറ്റുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോകത്തതേ ഉള്ളൂ. നമുക്കിത് മാപ്പിൽ നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് പോവാം. നമുക്ക് കാലിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതേപോലെ ലോത്തൽ പോർട്ട് അല്ലെങ്കിൽ ഡോക്യാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ രാഖി ഗർഹി ഹരിയാനയിലാണ് രാഖി ഗർഹി. ധോലവീര ഗുജറാത്തിലാണ് ധോലവീര. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് മാപ്പ് ചെയ്ത് പഠിക്കാം. പിന്നെ മെയിൻ സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിൻ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. ഹാരപ്പ ആദ്യമായിട്ട് ഫസ്റ്റ് സൈറ്റ് ടു ബി ഐഡൻറ്റിഫൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാരപ്പയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഹാരപ്പയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ IVCയുടെ ഒരു ഇൻട്രോ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. IVCയുടെ ബൗണ്ടറീസ് നമ്മൾ കണ്ടു, മേജർ സൈറ്റുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റ് മേജർ സൈറ്റായിട്ടുള്ള ഹാരപ്പയിലേക്ക് പോകാം. ഹാരപ്പ ഇപ്പോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലല്ല. ഹാരപ്പ പഞ്ചാബിലാണ്. പക്ഷേ ഏത് പഞ്ചാബിലോ? പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ രവി നദീ തീരത്താണ് ഏതുള്ളത്? ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1921 ദയാറാം സാഹ്നിയാണ് DR സാഹ്നിയാണ് എന്ത് ചെയ്ത് എക്സ്കവേറ്റ് ചെയ്ത് ഈ ഒരു ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് ഡിസ്കവർ ചെയ്യുന്നത്. അങ്ങനെയാണ് IVCയുടെ ആദ്യത്തെ സൈറ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് മെയിനായിട്ട് ഹാരപ്പയിൽ 3 തരം ഫേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 3 ഫേസസ് ഓഫ് IVC യു ക്യാൻ സീ ഹിയർ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഏർലി ഫേസ് ആണ്. ഏർലി ഹാരപ്പൻ ഫേസ് ആണ്. ഏർലി ഹാരപ്പൻ ഫേസ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 3000 to 2600 BC ആണ് ഇതിൻ്റെ ഒരു കാലഘട്ടം പറയുന്നത്. പിന്നെ നമുക്ക് മെച്യൂർ ഹാരപ്പൻ ഫേസ് ഉണ്ട്. മെച്യൂർ ഹാരപ്പൻ എന്ന് പറയുമ്പം 2600 to 1900 BC ആണ് വരുന്നത്. പിന്നെ നമുക്ക് ലേറ്റ് ഹാരപ്പൻ അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് IVC എന്ന് പറയുന്ന സ്റ്റേജ് 1900 to 1700 BC. നമ്മൾ ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ പഠിച്ച സമയത്ത് കണ്ടായിരുന്നു. ഇതേപോലെ ഈ കോണ്ടംപററി അങ്ങനെ ഇങ്ങനെ ടു IVC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ ഗാനേശ്വർ ജോധ്പൂർ കൾച്ചർ ഗാനേശ്വർ ജോധ്പൂർ കൾച്ചർ അതാണ് ഏറ്റവും ഓൾഡ് എന്ന് പറഞ്ഞു. അതേപോലെ അതാണ് പ്രീ ഹാരപ്പൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രീ ഹാരപ്പൻ ഉദ്ദേശിച്ചത് മെച്യൂർ ഫേസിന് മുമ്പുള്ളത്. ദേ സപ്ലൈഡ് ഒബ്ജക്ട്സ് മെച്യൂർ ഹാരപ്പൻ ഫേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പഠിച്ചത്. ഇതൊക്കെ ഏർലി ഹാരപ്പനുമായിട്ട് കോണ്ടംപററി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി മെച്യൂർ ഹാരപ്പൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏത് വന്നു? മെച്യൂർ ഹാരപ്പന് നമുക്ക് അഹാർ ബാനസ് കൾച്ചറൊക്കെ മെച്യൂർ ഹാരപ്പനില്ല. അതായത് ദേവർ കോണ്ടംപററി ടു IVC എക്സിസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ രാജസ്ഥാനിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ് ഈ ഒരു ചാൽക്കോലിത്തിക് അഹാർബനസ് കൾച്ചർ എന്ന് പറയുന്നത്. അതേപോലെ ലേറ്റ് ഹാരപ്പന് നമുക്കുണ്ട് മാൽവ കൾച്ചർ വരുന്നുണ്ട്, ജോർവേ കൾച്ചർ വരുന്നുണ്ട്. ഇതൊക്കെ ലേറ്റ് ഹാരപ്പനിലേക്ക് വരുന്നത്. അവസാനം ഇതിന് ശേഷം അതായത് IVCക്ക് ശേഷവും ചാൽക്കോലിത്തിക് സിവിലൈസേഷൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഏതെന്ന് പറഞ്ഞാൽ കായത കൾച്ചർ. അത് കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ആയിരുന്നു. അത് എൻഡ് ഓഫ് IVCക്ക് ശേഷവും കായത കൾച്ചർ ഉണ്ടായിരുന്നു. ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ടൈം ലൈൻ ഞാനൊന്ന് മാപ്പ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. സോ ഈ പറഞ്ഞ ഹാരപ്പൻ സൈറ്റ് ശരിക്കും പറഞ്ഞാൽ ലാഹോർ മുതൽ മുൾട്ടാൻ വരെ ഒരു റെയിൽവേ ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? ഡിസ്ട്രോയ് ചെയ്തിരുന്നു. അങ്ങനെ അവിടെ സൈറ്റ് ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് വൈൽ ലേയിങ് റെയിൽവേ ലൈൻ ഫ്രം ലാഹോർ ടു മുൾട്ടാൻ. അങ്ങനെ 1853 അലക്സാണ്ടർ കണ്ണിങ്ങാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ASI അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹം 1851 ഇദ്ദേഹം ഡയറക്ടർ ജനറലായിട്ട് ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു സീല് കിട്ടുന്നത്. ഹാരപ്പൻ സീല് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അന്ന് എക്സ്കവേഷൻ ചെറിയ രീതിയിൽ നടത്തിയെങ്കിലും വലിയതായിട്ടൊന്നും കണ്ടുപിടിച്ചതും ഒന്നുമില്ല. പിന്നീട് സർ ജോൺ മാർഷൽ
ഈ പറയുന്ന കൂട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ASI ആയിട്ട് വന്നപ്പോഴാണ് എന്ത് ഹാരപ്പൻ സൈറ്റിൽ എക്സ്കവേഷൻസ് നടക്കുന്നതും ഹാരപ്പൻ സൈറ്റ് കണ്ടുപിടിക്കുന്നതും. പിന്നീട് 1940s വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്കവേഷനൊക്കെ ആരുടെ അണ്ടറിൽ നടന്നു? സർ മോർട്ടൈമർ വീലർ അണ്ടറിൽ നടന്നിട്ടുണ്ട്. മോർട്ടൈമർ വീലറിൻ്റെ അണ്ടറിലാണ് എക്സ്റ്റെൻസീവ് എക്സ്കവേഷൻ പിന്നീട് ഹാരപ്പയിൽ നടന്നത്. അപ്പോൾ ഹാരപ്പൻ സീല് കണ്ടുപിടിക്കുമ്പം അലക്സാണ്ടർ കണ്ണിങ്ങം അവിടെ ഉണ്ട്. ഹാരപ്പൻ സൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ സർ ജോൺ മാർഷലാണ് ഡയറക്ടർ ജനറൽ ഓഫ് ASI. എക്സ്റ്റെൻസീവ് എക്സ്കവേഷൻ നടക്കുമ്പോൾ മോർട്ടൈമർ വീലർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഹാരപ്പയിൽ നിന്ന് നമുക്ക് ഗ്രാനറീസ് കിട്ടി. 6ഓളം ഗ്രാനറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലിംഗം, യോനി, ഇതിൻ്റെയൊക്കെ സ്റ്റോൺ സിമ്പലുകൾ, സ്റ്റോൺ സ്കൾപ്ചേഴ്സ്, സ്റ്റോണിലുള്ള സ്കൾപ്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോപ്പർ മിറർ. എന്താണ് ഈ കോപ്പർ മിറർ സൂചിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാനേശ്വർ ജോധ്പൂർ കൾച്ചർ, ഇവർക്ക് ഇവിടുന്ന് എന്തായിരുന്നു മെച്ചുവർ ഹാരപ്പൻ ഫേസിലേക്ക് കോപ്പർ സപ്ലൈ ചെയ്തിരുന്നതായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഈ കോപ്പർ മിറർ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് സാൻഡ്സ്റ്റോണിൻ്റെ മെയിൽ ടോർസോ. മെയിൽ ടോർസോ അറിയാമല്ലോ. മെയിൽ ടോർസോ എന്ന കൈയും 2 കൈയും കാലുമുള്ള ആ ഫുൾ ഫിഗർ വരത്തില്ല, ആ ടോർസോ അത്രയും പോർഷനേ വരുള്ളൂ. അപ്പോൾ റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസ് ഇത് നമുക്ക് ഹാരപ്പയിൽ നിന്നും വേറെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഐറ്റംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു 3 ഫേസസ് ആയിരുന്നു ഹാരപ്പയിൽ: ഏർലി ഫേസ്, മെച്യൂർ ഫേസ് ആൻഡ് ലേറ്റ് ഫേസ്. ഇതിനകത്ത് ഏർലി ഫേസിലാണ് ശരിക്കും വില്ലേജസ് ആൻഡ് ടൗൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. എന്താണ് വില്ലേജസും ടൗൺസും? വില്ലേജുകൾ, ടൗൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏർലി ഹാരപ്പൻ ഫേസിലാണ്. മെച്യൂർ ഹാരപ്പൻ ഫേസിലാണ് അർബനൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അർബൻ സെൻറ്റേഴ്സ്. ഇത് നമ്മുടെ ഈ ഹാരപ്പ, മൊഹൻജദാരോ പോലുള്ള അർബൻ സെൻറ്ററുകൾ വരുന്നത് മെച്യൂർ ഹാരപ്പനിലും. ലേറ്റ് ഹാരപ്പനിൽ ദർ ഇസ് ഡിക്ലൈൻ ഓഫ് IVC. ഇതെല്ലാം പോയിട്ട് IVC മൊത്തത്തിൽ നശിച്ചു പോവുമായിരുന്നു. ഇത് 3 നമുക്കിവിടെ കാണാം. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഫസ്റ്റ് അർബനൈസേഷനാണ് ആര്? നമ്മുടെ ഹാരപ്പ എന്ന് പറയുന്നത്. ഹാരപ്പയിൽ തന്നെ ഹാരപ്പ അല്ല, IVC എന്ന് പറയുന്നത്. അതിൽ തന്നെ മെച്യൂർ ഫേസിലാണ് ഈ അർബനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്. ഇനി ഹാരപ്പയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. എന്തൊക്കെ ഫീച്ചറുകളാണ് ഹാരപ്പയിലുള്ളതായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വാൾസ്, അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വാൾസ്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മതിൽ കെട്ടുക എന്നുള്ളതാണ്. എല്ലാ വീടിന് ചുറ്റും ഒരു ഫോർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡ്രെയിനേജസ്, അതേപോലെ തന്നെ ലെയിൻസ്, ഇതൊക്കെ കറക്റ്റ് ഇതായിട്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്ത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കണ്ടോ, നോർത്ത് സൗത്ത് ഡിറക്ഷനിലൊക്കെ എന്ത് പോയിട്ടുണ്ട്? റൂട്ട്സ് പോയിട്ടുണ്ട്. അതേപോലെ ഡ്രെയിനേജുകൾ, റേഡിയലായിട്ടുള്ള ഡ്രെയിനേജുകൾ നമുക്ക് കാണാൻ പറ്റും. റേഡിയലായിട്ടുള്ള ഡ്രെയിനേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ റെക്റ്റാങ്കുലർ ഗ്രിഡ് പാറ്റേണിലാണ് ടൗണുകളൊക്കെ റെക്റ്റാങ്കുലർ ഗ്രിഡ് പാറ്റേണിലായിരുന്നു. അതിനൊപ്പം തന്നെ ഡ്രെയിനേജ് ഉണ്ട്. അതിനകത്ത് തന്നെ മാൻ ഹോൾസ് ഉണ്ടായിരുന്നു പ്രോപ്പർ ക്ലീനിങ്ങിനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് സാനിറ്റേഷൻ്റെ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഹാരപ്പൻസ് ഇതൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ബേക്ക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. അതേപോലെ ബേൺട്ട് ബ്രിക്സും ഉപയോഗിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ചാൽക്കോലിത്തിക് സിവിലൈസേഷന് ദെർ വാസ് നോ യൂസ് ഓഫ് ബേൺട്ട് ബ്രിക്സ്. പക്ഷേ IVCയിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂഷ്വലി വീടുകളൊക്കെ നമ്മൾ നോർമൽ ബ്രിക്ക് കൊണ്ടും, ഡ്രെയിനേജൊക്കെയാണ് ഈ ഒരു ബേൺട്ട് ബ്രിക്ക്. കാരണം കുറച്ചും കൂടെ അവർക്ക് ഒട്ടണ്ടേ നല്ല രീതി, വെള്ളം വലിയരുത് അല്ലേ, ഡ്രെയിനേജ് കൂടെ വെള്ളം പുറത്തേക്ക് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവരുത്. അപ്പോൾ ജിപ്സം മോർട്ടർ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സീൽ ചെയ്യുന്നത്. ഈ വെള്ളമൊക്കെ ഉള്ളത് സീൽ ചെയ്യുന്നത് ജിപ്സം മോർട്ടറൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഹൗസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 1 ഫ്ലോർ, ഒരു ഫ്ലോറിനേക്കാൾ കൂടുതൽ ഫ്ലോറുകൾ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാരപ്പയിൽ കാണാൻ സാധിക്കും. അപ്പം
ഞാൻ ഹാരപ്പ എന്താണെന്ന് പറഞ്ഞു, ഹാരപ്പൻ്റെ ഫേസുകൾ പറഞ്ഞു, എന്തൊക്കെ ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഹാരപ്പയുടെ ഫീച്ചറുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത മെയിൻ അർബൻ സെൻറ്റർ ആയിട്ടുള്ള മോഹൻജദാരോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. മോഹൻജദാരോ എവിടെയാണ്? മോഹൻജദാരോയും കറൻ്റ്ലി പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ശരിക്കും സിന്ധ് പ്രൊവിൻസിലാണ് പാകിസ്ഥാനിൽ. ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ ഇൻഡസ് നദി, സിന്ധു നദിയുടെ തീരത്താണ് എന്തുള്ളത്? മോഹൻജദാരോ ഉള്ളത്. മോഹൻജദാരോയിൽ നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻജദാരോയിൽ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏരിയാസ് കാണാം. 2 ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു സിറ്റാഡൽ, ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമും പിന്നെ ഒരു ലോവർ ടൗണും പോലെ നമുക്ക് 2ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. ദാറ്റ് വിൽ ബി ഓൺ ദ വെസ്റ്റേൺ സൈഡ്. അതേപോലെ ലോവർ ടൗൺ എന്ന് പറയുന്നത് നമുക്ക് ഈസ്റ്റേൺ സൈഡിൽ കാണാം. ഈ റേസ്ഡ് പ്ലാറ്റ്ഫോമിന് സിറ്റാഡൽ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഈ റേസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് മെയിൻ ആയിട്ടുള്ള റെസിഡൻഷ്യൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രേറ്റ് ബാത്ത്, അതേപോലെ ഗ്രാനറീസ്, അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റംസ് ഒക്കെ ഇവിടെയാണ്. ലോവർ ടൗണിൽ എന്തായിരിക്കും? ലോവർ ടൗണിലും ബേസിക്കലി ഹൗസസ് ആയിരിക്കും, സാധാരണപ്പെട്ട ആൾക്കാരുടെ ഹൗസസ്, റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, വർക്കേഴ്സിൻ്റെയൊക്കെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഇവിടെ കാണും. യൂഷ്വലി വീടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ സെൻട്രൽ കോർട്ട്യാർഡ്, അതേപോലെ അതിന് ചുറ്റും റൂമുകൾ, അങ്ങനെയാണ് ഇവർക്ക് വീടുകളുള്ളത്. ഡബിൾ സ്റ്റോറീഡാണ്, 2 മൾട്ടിപ്പിൾ സ്റ്റോറീഡ് വരുന്നുണ്ട്. ഇവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വെൽസ് ഉണ്ട്, പ്രൈവറ്റ് വെൽസും അതേപോലെ ഡ്രെയിനേജ് സിസ്റ്റവും ഉണ്ട്. ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിനേജ് സിസ്റ്റം ഓൾസോ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം മെയിൻ സാധനങ്ങളൊക്കെ സിറ്റാഡലിലും ലോവർ ടൗണിൽ സാധാരണ. അപ്പം മെയിൻ ആൾക്കാരൊക്കെ എവിടെ ആയിരിക്കും? അതായത് ഭരിക്കുന്ന ആൾക്കാരൊക്കെ സിറ്റാഡലിലും ആയിരിക്കും താമസിക്കുക. സാധാരണപ്പെട്ടവരൊക്കെ ലോവർ ടൗണിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ടൗണുകളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോർത്ത് സൗത്തും അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റുമായിട്ടാണ് എന്ത് പോകുന്നത്? റോഡ്സ് ഒക്കെ റൺ ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ ഗ്രിഡ് പാറ്റേണിലാണ് ടൗണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ്ലി റൈറ്റ് ആംഗിൾസിൽ തന്നെയാണ് ഇവർ പോകുന്നതെന്നുള്ളത്. അത് നമുക്ക് അതിൻ്റെ ഓരോ ഇതിലായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ലേബർ ക്വാർട്ടേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഡ്രെയിനേജിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഡ്രെയിനേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബേൺട്ട് ബ്രിക്ക് വെച്ചിട്ടാണ് ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ലീക്കേജ് ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനും. ആൻഡ് അപ്പം ദാറ്റ് ഇസ് സീൽഡ് ബൈ ജിപ്സം മോർട്ടർ വെച്ചിട്ടാണ് അത് സീല് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രെയിനേജുകൾ എല്ലാ വീട്ടിലും ഡ്രെയിനേജിൻ്റെ കണക്ഷൻസ് മെയിൻ ഡ്രെയിനേജുമായിട്ട് പോയിട്ടുണ്ട്. മാൻ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ട് നമുക്ക് മോഹൻജദാരോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളത്. ഇനി മോഹൻജദാരോയിൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞ വേറൊരു സാധനം, ഫോർ സ്റ്റോറേജിനാണ് നമ്മൾ വെയർ ഹൗസ് കിട്ടിയിട്ടുള്ളത്. വെയർ ഹൗസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലേ? എന്തായിരുന്നു ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഈ സിറ്റാഡലിൽ ഉള്ള ഒരു റിച്വലിസ്റ്റിക് ബാത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതും ശരിക്കും ഒരു ടാങ്കാണ്. ദാറ്റ് ടാങ്ക് സിറ്റുവേറ്റഡ് വിത്തിൻ എ കോർട്ട്യാർഡ്, ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡിനകത്തായിരിക്കും ഇതുള്ളത്. ഇവിടെ ഇപ്പം ഇതാണ് ബാത്തിങ്. ഇതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമുക്ക് സ്റ്റെപ്സ്, പടികൾ കാണാം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് കുളിക്കാനുള്ളത്. അതേപോലെ തന്നെ അഡ്ജസൻ്റ് ആയിട്ട് ഇവിടെയൊക്കെ റൂമുകൾ, ഡ്രസ്സ് മാറാനുള്ള അങ്ങനെയൊക്കെ. ഇങ്ങനത്തെയാണ് നമ്മുടെ എന്തൊരു ഗ്രേറ്റ് ബാത്ത് നമുക്ക് എവിടെ കിട്ടും? ഇവിടെ കാണാം. ഇതും സീൽ ചെയ്തിരിക്കുന്നത് ജിപ്സം മോർട്ടർ വെച്ചിട്ടാണ്. ഇതിനും പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടല്ലേ? അപ്പോൾ ഇതൊരു റിച്വലിസ്റ്റിക് ബാത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഈ അമ്പലക്കുളങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ.
പിന്നെ ഗ്രാനറീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാനറീസിലൊക്കെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എയർ ഡക്റ്റുകളുണ്ട്. സ്ട്രാറ്റജിക് എയർ ഡക്റ്റുകൾ എന്തിനായിരിക്കും? പ്രോപ്പർ വെന്റിലേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? പ്രോപ്പർ പെസ്റ്റുകളൊന്നും കയറാതിരിക്കാനും പ്രോപ്പർലി സാധനങ്ങൾ വെന്റിലേറ്റഡ് ആയിട്ട് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ എയർ ഡക്റ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മോഹൻജൊദാരോയുടെ ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ വളരെ പ്രത്യേകതയുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ മോഹൻജൊദാരോന്ന് എന്തൊക്കെ കിട്ടിയിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഗ്രേറ്റ് ബാത്ത് കണ്ടു, ഗ്രാനറി കണ്ടു, വെയർ ഹൗസ് കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പതുക്കെ പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ മോഹൻജൊദാരോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, നിയോലിത്തിക് റവല്യൂഷന് ശേഷം മെഹർഗഡിൽ ആദ്യമായിട്ട് വീറ്റും ബാർലിയും നട്ടതിന് ശേഷം കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിരുന്നു എല്ലാവരുടെയും സബ്സിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഹാരപ്പൻസ് എന്തിലായിരുന്നു? അഗ്രികൾച്ചറിൽ ആണ് അവരും എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. അവരും എന്തൊക്കെ നട്ടിട്ടുണ്ട്? ഈ പറയുന്ന വീറ്റ് ഉണ്ട്, ബാർലി ഉണ്ട്, അതേപോലെ സെസമെ ഉണ്ട്, പിന്നെ ലെൻറ്റിൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കോട്ടൺ വാസ് നോൺ ടു ദം ഡെക്കാൻ റീജിയൻ. നമ്മൾ ചാൽക്കോലിത്തിക്ക് പറഞ്ഞപ്പോഴും കോട്ടൺ നമ്മൾ പറഞ്ഞിരുന്നു ബ്ലാക്ക് സോയിലിൽ കിളിപ്പിക്കുമായിരുന്നു എന്നുള്ളത്. റൈസും ഇവർക്കറിയായിരുന്നു. പക്ഷെ റൈസ് വാസ് നോട്ട് പാർട്ട് ഓഫ് സ്റ്റേപ്പിൾ ഡയറ്റ്. അവരുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നില്ല. ഏത്? നമുക്കെപ്പോഴും അറിയാം റൈസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നവർ നോർത്ത് ഈസ്റ്റ് അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യക്കാരാണ് റൈസ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈസ് വാസ് നോട്ട് പാർട്ട് ഓഫ് എ സ്റ്റേപ്പിൾ ഡയറ്റ്. പക്ഷെ റൈസിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ദേ അഡോപ്റ്റഡ് എ ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം. ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ക്രോപ്പുകൾ ഒരുമിച്ച് നടുന്നതാണ് ഡബിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഹാരപ്പൻസ് പ്ലോസ് യൂസ് ചെയ്തിരുന്നു. പ്ലോ വെച്ചിട്ട് ലാൻഡ് പ്ലോ ചെയ്തിട്ട് പിന്നീട് സീഡുകൾ വിതച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. കാരണം പ്ലോഡ് ആയിട്ടുള്ള ഫീൽഡുകൾ നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? കാലിബംഗനിൽ കിട്ടിയിട്ടുണ്ട്. കാലിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ് കാലിബംഗൻ. അപ്പോൾ പ്ലോഡ് ഫീൽഡുകൾ നമുക്ക് എവിടെയാണ്? കാലിബംഗൻ രാജസ്ഥാനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ മാത്രമല്ല, പാസ്റ്ററലിസം, ആടിനെയും ഷീപ്പിനെയൊക്കെ മേയ്ക്കലാണ് പാസ്റ്ററലിസം. ഇതും ആരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? ഹാരപ്പൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ട് പറയുന്നത്. അവർ ഷീപ്പ്, അതേപോലെ തന്നെ ഗോട്ട്, ഡിഫറെൻറ്റ് ഫോൾസ് അറിയാമല്ലോ, ചിക്കൻ കോഴി, അങ്ങനെ പോലെ പല പക്ഷികളെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് അറിയാതെ പോയ 2 പേരാണുള്ളത്. ഒന്ന് ഹോഴ്സും അതേപോലെ തന്നെ കൗവും. പശുവിനെ കുറിച്ചും അറിയില്ലായിരുന്നു, ഹോഴ്സിനെ കുറിച്ചും അറിയില്ലായിരുന്നു. ഹാരപ്പൻസിന് ഒരു കാറ്റിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹാരപ്പൻ കാറ്റിൽ എന്നറിയപ്പെടുന്നത്, നമ്മൾ ഈ കാറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പശുവാണല്ലോ വരുന്നത്. പക്ഷേ ഇത് അതല്ല. ഹാരപ്പൻ കാറ്റിലിൻ്റെ പേര് സെബു എന്നായിരുന്നു. ഒരു വളരെ ലാർജ് ബ്രീഡാണിത്. ഓഫൻ ഇവരുടെ സീലുകളിലൊക്കെ നമുക്ക് ഈ സെബുവിനെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അപ്പം ഹാരപ്പൻ കാറ്റിലിൻ്റെ പേരെന്താണ്? സെബു എന്നാണ്. So they mainly subsisted on agriculture. They also practiced pastoralism. അതേപോലെ തന്നെ അവർ ഫിഷിങ്. മീസോലിത്തിക് പീരീഡ് കഴിഞ്ഞപ്പോഴേ പിന്നെ ഫിഷിംഗ് ഉണ്ടായിരുന്നു. ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെ ഇവരും പ്രാക്ടീസ് ചെയ്തിരുന്നു. ദേ ഏറ്റ് ഫിഷസ് ആൻഡ് ബേർഡ്സിനെയൊക്കെ കഴിച്ചിരുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇതാണ് ബേസിക്കായിട്ട് നമ്മുടെ ഹാരപ്പൻസ്. ഞാൻ ഹാരപ്പൻസ് എന്ന് എടുത്തു പറയുമ്പോൾ ഹാരപ്പയിലുള്ളവർ മാത്രമല്ല, IVC മൊത്തമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹാരപ്പൻസിൻ്റെ അല്ലെങ്കിൽ IVCയുടെ മെയിനായിട്ടുള്ള സബ്സിസ്റ്റൻസും കാര്യങ്ങളും എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അവരുടെ തൊഴിൽ നോക്കാം. എന്തൊക്കെയായിരുന്നു തൊഴിൽ? ഇൻ ദ സെൻസ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക്. ബീഡ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ മേക്കിംഗ് ഉണ്ട്. ബീഡ്സ് ആൻഡ് ഓർണമെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികൾ ഇവർക്കുണ്ടായിരുന്നു. അതേപോലെ ബാങ്കിൾ മേക്കിങ് കാര്യങ്ങളുണ്ടായിരുന്നു. മെറ്റൽ വർക്കിംഗ് ഇവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ മെറ്റൽ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് അറിയാം, ഈ ഇൻഡസ് വാലി സിവിലൈസേഷന് വേറൊരു പേരുണ്ട്. എന്താണ്? ബ്രോൺസ് ഏജ് എന്ന് നമ്മളിതിനെ
നമ്മൾ ഇതുവരെ സ്റ്റോൺ ഏജ് പറഞ്ഞു, അതേപോലെ തന്നെ വേറെന്താണ്, കോപ്പർ ഏജ് അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത ബ്രോൺസ് ഏജിലുണ്ട്. ചാൽക്കോലിത്തിക് പീപ്പിൾ ദേ ഡോണ്ട് ഹാവ് ഐഡിയ ഓഫ് മിക്സിങ് കോപ്പർ വിത്ത് ടിൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ബ്രോൺസ്. പക്ഷേ ഇവർക്ക് അതുണ്ടായിരുന്നു. ആർക്ക്? ഇൻഡസ് വാലിക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അതായത് ബ്രോൺസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ഇവർ ഉണ്ടാക്കിയിരുന്നു. ഇവരത് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ബ്രോൺസിൻ്റെ സ്കൾപ്ചേഴ്സ് ഇവരുണ്ടാക്കിയിരുന്നു. ബ്രോൺസ് സ്കൾപ്ചേഴ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനൊരു ടെക്നിക്കുണ്ട്, ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്നാണ്. അത് ഒന്നുമില്ല, നമുക്ക് ആണോ വേണ്ടത്, അതിൻ്റെ ഒരു വാക്സ്, നമ്മൾ വാക്സിൽ തീർത്ത പ്രതിമ നമ്മൾ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ക്ലേയുമായിട്ട് കോട്ട് ചെയ്യുന്നു. അതിനൊരു ചെറിയ ഹോള് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെക്കുന്നു. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ക്ലേയ്ക്കൊന്നും സംഭവിക്കില്ല. അകത്തിരിക്കുന്ന വാക്സ് എന്ത് ചെയ്യി പോവും? മെൽറ്റായി പോവും. അപ്പം നമുക്ക് പുറത്തെന്താണ്? അതേ ഷേപ്പിലുള്ള ക്ലേ ഇരിപ്പുണ്ട്. എന്നിട്ട് അതിനകത്തൂടെ ലിക്വിഡ് മെറ്റൽ ഒഴിക്കും. അപ്പോൾ ഈ ക്ലേ ഇരിക്കുന്ന അതേ സ്ട്രക്ചറിലൂടെ ലിക്വിഡ് മെറ്റലായിരിക്കും സ്ട്രക്ചറായിട്ട് വരിക. പിന്നീട് ഇത് കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്ത് കട്ടിയായതിനു ശേഷം ഈ ക്ലേയുടെ കോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ സ്കൾപ്ചേഴ്സ് കിട്ടും. ഈ ലിക്വിഡ് മെറ്റൽ എവിടെ ഒഴിക്കുന്നത്? അത് നമ്മുടെ ബ്രോൺസ് ആണ് ഒഴിക്കുന്നത്. ഇതാണ് ഇവരുടെ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ബ്രോൺസ് സ്കൾപ്ചർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഡാൻസിങ് ഗേൾ. എന്താണ്? ഡാൻസിങ് ഗേളിൻ്റെ ബ്രോൺസ് സ്റ്റാച്യു ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ബ്രോൺസ് സ്റ്റാച്യു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ മോഹൻജദാരോയിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നേക്കഡായിട്ടുള്ള ഫിഗറാണ്. നേക്കഡായിട്ടുള്ളൊരു ഫിഗറാണ്. ഓർണമെൻറ്റ്സ് ഇട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ബാംഗിൾസ് ഇവർ യൂസ് ചെയ്യുന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബ്രേസ്ലെറ്റ്സ്, അമ്യുലെറ്റ്സ് എന്ന് പറയുമ്പം വളരെ വില കൂടിയെന്ന് വെച്ചാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള നെക്ക് പീസസ് ഒക്കെയാണ് അമ്യുലെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ത്രിഭംഗ പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്താണ്? ത്രിഭംഗ പൊസിഷനിലാണ് ഈ ഒരു ഗേള് നിൽക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് അവരുടെ ഹിപ്പിലാണ്. റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ പിടിച്ചേക്കുന്ന രീതിയിലാണ്, ത്രിഭംഗ പൊസിഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഡാൻസിങ് ഗേൾ നിൽക്കുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും പഴയ ബ്രോൺസ് സ്കൾപ്ചറാണ് നമുക്ക് ഈ ഡാൻസിങ് ഗേൾ സ്റ്റാച്യു അറ്റ് മോഹൻജദാരോ കിട്ടിയത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലോസ്റ്റ് വാക്സ് ടെക്നിക് മെത്തേഡ് ഓഫ് സ്കൾപ്റ്റിംഗ് സ്കൾപ്ചേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബ്രോൺസിൻ്റെ ഒരു ബുള്ളിനെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബ്രോൺസ് ബുള്ള് നമുക്ക് കാലിബംഗനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാലിബംഗൻ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? കാലിബംഗന് നമുക്ക് പ്ലോഡ് ഫീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ ഒരു ബ്രോൺസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബാംഗിൾ മേക്കിങ് ഇവർ എക്സ്പേർട്ട് ആയിരുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് ബാംഗിൾ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ബാംഗിൾ ഇൻഡസ്ട്രി എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാലിബംഗനിൽ തന്നെയാണ്, രാജസ്ഥാനിൽ തന്നെയാണ് ഇവർക്ക് ബാംഗിൾ മേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ടെക്സ്റ്റൈൽസ് അതായത് ഇവർ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ടാണ്? കോട്ടൺ വെയർ ചെയ്തിരുന്നു, സിൽക്ക് വെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കൊരു പ്രോപ്പർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. നമുക്കത് ഹാരപ്പയിലും മോഹൻജദാരോയിലും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന കൂട്ട് ബീഡ്സ് ഇൻഡസ്ട്രി, ബീഡ്സ് ആൻഡ് ഓർണമെൻറ്റ്സ്. ബീഡ്സ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണെന്നറിയാമോ? ചാനുദാരോ എവിടെയാണെന്നറിയോ? ചാനുദാരോ ഇവിടെ അല്ല, പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻസിലാണ് ചാനുദാരോ. ബീഡ് ഇൻഡസ്ട്രി നമുക്കവിടെ കാണാൻ സാധിക്കും. ബാംഗിൾ ഇൻഡസ്ട്രി ഓൾറെഡി പറഞ്ഞു, കാലിബംഗനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഷിപ്പ് ഇൻഡസ്ട്രി ഉണ്ട്. ഷിപ്പ് ഇൻഡസ്ട്രി നമുക്ക് ലോത്തലാണ്, ഗുജറാത്തിലെ നമുക്ക് ഡോക്യാർഡ് കിട്ടിയിട്ടുള്ളത് ലോത്തലിൽ നിന്നിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ റൈസ്
ഇതിൻ്റെ കൾട്ടിവേഷന് നമുക്ക് ലോത്തലിൽ നിന്ന് റൈസ് കൾട്ടിവേഷൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ രംഗാപൂർ, ലോത്തൽ, രംഗാപൂർ ഇതൊക്കെ ഗുജറാത്തിലാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇവർ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നതാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ മേജർ സ്റ്റേപ്പിൾ ഓർ പാർട്ട് ഓഫ് എ സ്റ്റേപ്പിൾ ഡയറ്റ് ഫോർ ദം. പക്ഷെ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. ലോകത്തിലാദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഇങ്ങനെ ഒരു റൈസ് കൾട്ടിവേഷനൊക്കെ നമുക്ക് ബേലൻ വാലി, UP, ചോപ്പാനി മുണ്ട, ലഹുരദേവ എന്നൊക്കെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാലിയോ ഏജിൽ. ഇവിടെ നമുക്ക് ഇൻഡസ് വാലിയിൽ ലോത്തൽ, രംഗാപൂർ എന്നൊക്കെയാണ് നമുക്ക് റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇവരുടെ ഇൻഡസ്ട്രി ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലായി. പിന്നെ പലതരത്തിലുള്ള ഇപ്പോൾ ബീഡ്സ് തന്നെ പല മെറ്റീരിയൽസിൻ്റെത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇവരിപ്പം. കാർണീലിയൻ, ജാസ്പർ, ക്രിസ്റ്റൽസ്, സ്റ്റെറ്റൈറ്റ്, കോപ്പർ, ബ്രോൺസ്, ഗോൾഡ്, ഫെയിൻസ്, ടെറാക്കോട്ട ഇതിൻ്റെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ഫെയിൻസ് എന്ന് പറയുന്ന സാധനം FAIENC, ഫെയിൻസ് ഒരു ലക്ഷറി പ്രോഡക്റ്റായിട്ടാണ് കണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലിക്കയില്ലേ, സാൻഡ് അല്ലെങ്കിൽ സിലിക്കയും കളറും ഗമ്മും കൂടെ മിക്സ് ചെയ്യുന്നതാണ് ഈ ഫെയിൻസ് എന്ന് പറയുന്നത്. ഇതൊരു ലക്ഷറി പ്രോഡക്റ്റായിട്ടാണ് കണ്ടിരുന്നത്. ഇതിവർ ഉപയോഗിച്ചിരുന്നു, ബീഡ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ സ്റ്റെറ്റിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് സീലുകൾ IVCയുടെ സൈറ്റിൽ നിന്ന്, മെയിൻലി ഹാരപ്പയിൽ നിന്ന്, മോഹൻജദാരോ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയിരുന്നത് സ്റ്റെറ്റിറ്റ് എന്ന് പറയുന്ന സോപ്പ് സ്റ്റോൺ ആണെന്ന്. സ്റ്റെറ്റിറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് സൗത്ത് ഓഫ് രാജസ്ഥാൻ്റെ സൗത്ത് നിന്നാണ് ഈ സ്റ്റെറ്റിറ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ സീലുകൾ മെയിനായിട്ട്. എന്നാൽ ഗോൾഡ് സീലുണ്ട്, ഐവറി സീലുണ്ട്, ടെറാക്കോട്ട സീലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെറ്റിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു സെമി പ്രഷ്യസ് സ്റ്റോണാണ്. ഇത് നമുക്കിവിടെ ഇല്ല. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ ഷോർത്തുഗൈ എവിടെയായിരുന്നു, നോർത്തേൺ എൻഡ് ഓഫ് IVC, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ ലാപ്പിസ് ലസൂലി. കാർണീലിയനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കാർണീലിയൻ നമുക്ക് ലോത്തലിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവർ ബീഡ്സിന് ഉപയോഗിച്ചിരുന്ന, ഞാൻ അവിടെ ഇവിടെയൊക്കെ എഴുതിയതിൽ ഇതാക്കണ്ട, നോക്കൂ. കാർണീലിയൻ നമുക്ക് ലോത്തലിൽ നിന്ന് കിട്ടി. ലാപ്പിസ് ലസൂലി വാസ് ഇമ്പോർട്ടഡ് ഫ്രം ഷോർത്തുഗൈ. സ്റ്റെറ്റിറ്റ് മെറ്റീരിയൽ സോപ്പ് സ്റ്റോൺ ഫ്രം സദേൺ രാജസ്ഥാൻ. പിന്നെന്താണ്, ഫെയിൻസ് വാസ് എ ലക്ഷറി പ്രോഡക്റ്റ്, അത് നമ്മൾ യൂസ് ചെയ്തിരുന്നതായിട്ട് പറയും. ഇതൊക്കെയാണ് ബീഡ്സിൻ്റെ ഭാഗത്ത് നമുക്ക്. അപ്പോൾ ബീഡ്സിൻ്റെ ഇതെവിടെയാണ് വരിക? ബീഡ്സ് ഇൻഡസ്ട്രി നമുക്ക് കാണാൻ പറ്റുന്നത് ചാൻഹുദാരോ ഇൻ പാകിസ്ഥാൻ. ബാങ്കിൾ മേക്കിംഗ് ഇൻഡസ്ട്രി യു ക്യാൻ ഫൈൻഡ് ഇൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ. മെറ്റൽ വർക്കിംഗ് ഒരുപാടെടുത്ത് കാണാൻ പറ്റും. മെയിൻലി ഏത് മെറ്റലായിരുന്നു? ബ്രോൺസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ദെൻ എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ യു ക്യാൻ സീ ഇൻ ലോത്തൽ ആൻഡ് രംഗാപൂർ ഇൻ ഗുജറാത്ത്. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എവിടെയാണ്? ലോത്തലിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോസ്റ്റ് വാക്സ് ടെക്നിക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാർണീലിയൻ ഉണ്ടായിരുന്നു, അതേപോലെ ജാസ്പർ, സ്റ്റെറ്റിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നത്? ഇതൊക്കെ ദേ വെയർ എക്സ്പോർട്ടഡ് ടു മെസപ്പൊട്ടോമിയ. ഞാൻ പറഞ്ഞു IVCയുടെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയൻ, അല്ലെങ്കിൽ ഇറാനിലാണ് കേട്ടോ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അപ്പം ഈ മെസപ്പൊട്ടോമിയയിലേക്കാണ് നമ്മൾ ഇറാഖാണ് വരുന്നതും ഇത് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മൾ ഇമ്പോർട്ടും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ ലാപ്പിസ് ലസൂലിയൊക്കെ ഷോർത്തുഗൈ നമ്മൾ ഇങ്ങോട്ടാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ സിൽവർ, ഗോൾഡ് യൂസേജ് പറയുന്നുണ്ട്. സിൽവർ ആയിരുന്നു ഗോൾഡിനേക്കാൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്, സിൽവർ ആയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ സീൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് സീലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് പറയുന്നു. സ്റ്റെറ്റിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എങ്കിലും ടെറാക്കോട്ട സീലുകളുണ്ട്, ഗോൾഡ് സീലുകളുണ്ട്, ഐവറി സീലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ സീലുകളൊക്കെ യൂസ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീൽസ് വെയർ ഐഡൻറ്റിറ്റി മാർക്കേഴ്സ്. അതായത് സാധനം ആരുടെയാണ്, ഓണർഷിപ്പ്
അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം അല്ലേ ഇപ്പം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ആരാണ്, എന്താണ്, എവിടുത്തെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സീലുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതിനകത്ത് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്ക്രിപ്റ്റുകൾ ഇവരെന്ത് ചെയ്തിരുന്നു, എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ്സ്. അതും എന്താണ്, പിക്ചോഗ്രാഫിക്കാണ്, എഴുത്തൊന്നുമില്ല അന്നങ്ങനെ, വേറെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല, പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റുകളാണ്. അതും നമ്മൾ ഒരുപാട് ഡെസൈഫർ ഒന്നും ചെയ്തിട്ടില്ല, ചില കാര്യങ്ങൾ ഇപ്പം ഷിപ്പ്, ബോട്ട് ഇങ്ങനെയുള്ള സിമ്പിൾസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ്സ് ഒക്കെ എപ്പോഴും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എഴുതിയിരുന്നത്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ എഴുതുന്നത്, ഇത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. സ്ക്രിപ്റ്റ്സിൽ ഷിപ്പും ബോട്ടും മാത്രമല്ല അനിമൽസിനെ മെൻഷൻ ചെയ്തിരുന്നു. ഏതൊക്കെ അനിമൽസാണ്? എലിഫൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ടൈഗറിന് ഉണ്ടായിരുന്നു, പിന്നെ റൈനോ ഉണ്ടായിരുന്നു, ദെൻ ബഫല്ലോനെ കാണിച്ചിരുന്നു, അതേപോലെ യൂണിക്കോൺ സീലുകളൊക്കെ നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ആൻറ്റിലോപ്പ് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹമ്പുള്ള ബുള്ളാണ്, സിംഗിൾ ഹംഡ് ബുള്ളാണ്. ഇത്രയും അനിമൽസിനെ ഈ ഒരു പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സീലിൽ മാത്രമല്ല അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ കഴിയും. നമുക്ക് കൗവിനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു ഹോഴ്സും കൗവും ഓൾറെഡി ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ഐറ്റങ്ങളായിരുന്നു, അപ്പം നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കാണാൻ സാധിക്കില്ല. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് 2 സീലുകളെ കുറിച്ചാണ്. ഒന്ന് പശുപതി സീലും ഒന്ന് യൂണിക്കോൺ സീലും. ഇത് രണ്ടും കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ്. പശുപതി സീലെന്ന് പറയുമ്പം പശുപതി ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഒരു പ്രോട്ടോ ശിവ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പശുപതി ഉണ്ടായിരുന്നത്. എന്താണ് പശുപതി പ്രോട്ടോ ശിവ ആണെന്നാണ് പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്തത്, പ്രോട്ടോ ശിവ ആയിട്ടാണ്. പശുപതി സീലിൽ ഒരു മനുഷ്യനൊരു ഹ്യൂമൻ ഫിഗറാണ് പറയുന്നത്. ആ ഹ്യൂമൻ ഫിഗറിന് അതായത് ക്രോസ് ലെഗ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ചമ്രം പൂട്ടി ഇരിക്കുക എന്നൊക്കെ പറയും, ക്രോസ് ലെഗ്ഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. 3 ഹോൺ ഉള്ള ഹെഡ് ഗിയർ അവരിട്ടിട്ടുണ്ട്, അയാളിട്ടിട്ടുണ്ട്, ആരെങ്കിലും ആയിക്കോട്ടെ, ഹി ഓർ ഷി ഇട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റി പശുപതി സീലിൽ. പിന്നീട് നമ്മളിത് പ്രോട്ടോ ശിവ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ദിസ് വാസ് മെയ്ഡ് ഓഫ് സ്റ്റെറ്റൈറ്റ് വെച്ചിട്ടാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? എക്സാമ്പിൾ ഓഫ് ഫാലസ് വർഷിപ്പിൻ്റെ എക്സാമ്പിൾ. അന്നത്തെ കാലത്ത് ഫാലസ് വർഷിപ്പ് ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിക്കോണിൻ്റെ സീലാണ്. ഏതാണ്? യൂണിക്കോൺ സീൽ. ഇതും നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പം ഇതിവിടെ നമുക്ക് പീപ്പൽ ലീഫ് കാണാൻ പറ്റും. പിന്നെ ഒരു യൂണിക്കോൺ നിൽക്കുന്നു, യൂണിക്കോണിൻ്റെ ഫ്രണ്ടിൽ ഒരു സേക്രഡ് ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളമായിരിക്കാം ഓഫർ ചെയ്യുന്നതായിട്ടും, അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യൂണിക്കോൺ ഒരു എന്താണ് സർക്കുലർ സിലിണ്ടർ പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിൽ ഈ ഒരു യൂണിക്കോൺ സീലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ 2 സീലുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് രണ്ടും നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? മോഹൻജദാരോയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ദ ടൈപ്പ് ഓഫ് പോട്ടറി ദാറ്റ് ദേ ഹാവ് യൂസ്ഡ്. ഇവർ യൂസ് ചെയ്തിട്ടുള്ള പോട്ടറി ഏതാണെന്ന് നോക്കാം. ദേ യൂസ്ഡ് വെൽ ഫയർഡ് പോട്ടറി എന്ന് പറയുമ്പോൾ ഫയർ ചെയ്ത് ഉണ്ടാക്കുന്ന പോട്ടറി. ഇവരുടെ യൂഷ്വലി ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് റെഡിനകത്ത് ബ്ലാക്ക് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റിങ്സ്, ഡീപ്പ് റെഡ് ബ്ലാക്ക് പെയിൻറ്റിങ്സ് ആണ് വരുന്നത്. എന്തൊക്കെയായിരിക്കും പെയിൻറ്റ് ചെയ്യുന്നത്? പീപ്പൽ ലീവ്സ് ഉണ്ട്, പിന്നെ ഫിഷ് സ്കെയില് ഡിസൈൻസ് വരുന്നുണ്ട്, ഫിഷ് സ്കെയിലിൻ്റെ ഡിസൈൻസ്, സിക്സാക് ലൈനുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഇതിനകത്ത് വരച്ചിട്ടുള്ളത്, ഈ ഒരു പെയിൻറ്റിങ്സിലൊക്കെ വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെയിൻറ്റഡ് പോട്ടറി നമുക്ക് ചാൽക്കോലിത്തിക് ഏജിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ IVCയിൽ അത് ക്യാരി ഓൺ ചെയ്യുന്നു. ഓക്കെ, യൂഷ്വലി പോട്ടറി എല്ലാം എന്താണ്, മെജോറിറ്റി പോട്ടറീസും എന്താണ്,
വീൽ മെയ്ഡാണ്. അത് പോട്ടേഴ്സ് വീലിൽ എക്സലൻ്റ് ആയിട്ട് അറിയാവുന്ന ആൾക്കാരായിരുന്നു ഇവർ. ഹാൻഡ് മെയ്ഡ് പോട്ടറിയും എക്സിസ്റ്റ് ചെയ്തിരുന്നു. പോളിക്രോം പോട്ടറിയുടെ എക്സിസ്റ്റൻസ് ഇവർ പറയുന്നുണ്ട് പലതായിട്ട്. റെയർ ആയിട്ടുള്ള ഒരു ഇതിൽ പോളിക്രോം പോട്ടറിയുടെ എക്സിസ്റ്റൻസ് ഇവർ പറയുന്നുണ്ട്. പോളിക്രോം എന്ന് പറഞ്ഞാൽ പല കളറുകൾ, ഈ റെഡും ബ്ലാക്കും അല്ലാതെ ഉള്ള വേറെ കളറിനെയാണ് നമ്മൾ ഈ പോളിക്രോം, പല കളറുകൾ വരിക, 1, 2, 3 കൂടുതൽ കളറുകൾ എന്ന പോളിക്രോം എന്ന് വരുന്നു. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, യൂഷ്വലി ഡീപ്പ് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് വെച്ച് കളർ ചെയ്യുന്നതാണ് ഇവരുടെ പോട്ടറി സ്റ്റൈൽ. അതല്ലാതെ വേറെ കളറുകളും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പോളിക്രോം പോട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ പോട്ടറിയുടെ സെറ്റപ്പൊക്കെ കഴിഞ്ഞു. പിന്നെന്താ ഉള്ളത്? ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് അവരുടെ ട്രേഡിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഹാരപ്പൻ എക്കണോമിയിൽ ട്രേഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് മെസപ്പൊട്ടോമിയൻസിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു ഇവർ ഈ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തത് എങ്ങോട്ടാണ്? മെസപ്പൊട്ടോമിയയിലേക്കാണ്. അപ്പം ക്യൂണിഫോം ഇൻസ്ക്രിപ്ഷൻ, എന്താണ് ക്യൂണിഫോം ഇൻസ്ക്രിപ്ഷൻ? ഇത് മെസപ്പൊട്ടോമിയൻ ഇൻസ്ക്രിപ്ഷനാണ്. ഇതിൽ മെലൂഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി അവർ മെൻഷൻഡ് ആണ്. മെലൂഹ അത് നമ്മുടെ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു അല്ലെങ്കിൽ ആണെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഇൻഡസ് റീജിയൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് മെസപ്പൊട്ടോമിയൻസുമായിട്ടുണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഇവർ തൂക്കാനുള്ള ഐറ്റംസൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നതായിട്ട്, ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ വർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വർഷിപ്പ് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പക്ഷെ ഒരു പശുപതി സീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫാലസ് വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇവർ നേച്ചറിനെ വർഷിപ്പ് ചെയ്തിരുന്നു. അതായത് ഇപ്പം അനിമൽസ് മെയിനായിട്ട് ആരാന്നറിയാമോ? യൂണിക്കോണും അതേപോലെ തന്നെ ബുള്ളും വരുന്നുണ്ട്. അവരെ വർഷിപ്പ് ചെയ്തിരുന്നു. പിന്നെ പീപ്പിൾ ട്രീ, നേച്ചർ വർഷിപ്പായിരുന്നു മെയിനായിട്ട്. ഒരു മദർ ഗോഡസിനെ വർഷിപ്പ് ചെയ്ത്. യോനിയില്ലേ, നമുക്ക് കിട്ടിയായിരുന്നല്ലോ യോനിയുടെയും ലിംഗത്തിൻ്റെയൊക്കെ നമുക്ക് ഹാരപ്പയിൽ നിന്ന് കിട്ടിയതായിട്ട് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഇവർ വർഷിപ്പ് ചെയ്തിരുന്നതായിട്ട് കാണിക്കാം. ഫയർ അൽത്താർസ് നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? കാലിബംഗൻ എന്ന് എവിഡൻസ് ഉണ്ട് ഫയർ അൽത്താറിൻ്റെ. അപ്പോൾ അവർ ഫയർ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഓൾറെഡി ഈ പറഞ്ഞുകൊണ്ട് ലേറ്റ് പാലിയോ വന്നപ്പോഴേ ഫയർ യൂസേജ് നമുക്കുണ്ട്. അപ്പോൾ അതും പറയുന്നുണ്ട്. ഇവർ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. കാരണം എന്താണ്? ഇവരുടെ ബറിയൽസിൻ്റെ കൂടെ ഇവരെന്തായിരുന്നു, ഈ പറയുന്ന സാധനങ്ങളും, അതായത് ഇപ്പം ഓർണമെൻറ്റ്സ്, ജ്വല്ലറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ ബറി ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, ആഫ്റ്റർ ലൈഫിൽ അവർ വിശ്വസിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതിനുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ദേ ഓൾസോ ബറീഡ് ദ ഡെഡ്, അതുണ്ട്. അതൊക്കെ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ പറഞ്ഞില്ല, ഒരു വട്ടം തുടങ്ങി വെച്ചാൽ പിന്നെ ഇറ്റ് കണ്ടിന്യൂഡ്. ഇനി അടുത്ത നമ്മൾ ഇവരുടെ ആ ഒരു സൊസൈറ്റി എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പം ഹാരപ്പയും മോഹൻജദാരും ഒക്കെ അർബൻ സെൻറ്ററുകളാണ്. എന്നാൽ ബാക്കിയുള്ള ഇപ്പം ലോത്തൽ ഗുജറാത്തിൽ അതൊരു പോർട്ട് സൈറ്റാണ്. അതായത് ഒരു ഡോക്ക് യാർഡാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കാലിബംഗനിൽ നിന്ന് പ്ലോഡ് ഫീൽഡുകളും ഫയർ അൽത്താറും ഒക്കെ. അപ്പോൾ എല്ലാം ഒന്നും അർബൻ സെൻറ്റേഴ്സ് ഒന്നും അല്ല. അപ്പോൾ നമുക്കിപ്പം ഹാരപ്പയും മോഹൻജദാരോ അർബൻ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു സ്റ്റേറ്റ് ലൈക്ക് പൊളിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം. ഓക്കെ, അതേപോലെ തന്നെ ദർ എക്സിസ്റ്റഡ് സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നതായിട്ട് ഇവർ കണക്കാക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ സ്ട്രക്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മറ്റേ സിറ്റാഡലും അതേപോലെ തന്നെ ലോവർ ടൗണും. അപ്പോൾ റെസിഡൻഷ്യൽ സ്ട്രക്ചേഴ്സിൽ തന്നെ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ സീലുകൾ തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. ടെറാക്കോട്ട സീലുകൾ ഉണ്ട്. ഇത് യൂഷ്വലി കോമൺ ആൾക്കാർ യൂസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് പറയാം.
അതേപോലെ തന്നെ ഗോൾഡിൻ്റെയും ഐവറിയുടെയും സീലുകളുണ്ട്. ഇത് നമുക്ക് ആര് യൂസ് ചെയ്യുന്നതായിട്ട് പറയാം? അപ്പർ ക്ലാസ് യൂസ് ചെയ്തിരുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. ഈവൻ ദോ നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഇൻഡസ് വാലി എങ്കിൽ, അതായത് വർണ്ണ സിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദർ എക്സിസ്റ്റഡ് വാട്ട്? ഇൻകം ഇൻഇക്വാലിറ്റി. ചെയ്യുന്ന ജോലിയിലുള്ള വ്യത്യാസങ്ങൾ, ഒക്കുപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ അവിടെ എന്തായാലും ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ ഉള്ളത്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ലേബർ മൊബിലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ ആൾക്കാർ സിറ്റാഡലിൽ ജീവിച്ചു. അവർ ചെയ്യുന്ന ജോലിയും ലോവർ ടൗണിലെ ആൾക്കാർ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സോ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഈ പറഞ്ഞുകൂട്ടി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ പറഞ്ഞുകൂട്ട് സദേൺ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, കേരള, ശ്രീലങ്ക ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേ വെയർ ഓൺ ടു ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. അവിടെ പാലിയോലിത്തിക് സ്റ്റോണേജ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഇഫ് യു ഗോ ടു കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് റീജിയൻ, അവർക്ക് നിയോലിത്തിക് കൾച്ചറായിരുന്നു, അഗ്രികൾച്ചറും പാസ്റ്ററലിസം ഒക്കെ ആയിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആൻഡ് ഇഫ് യു ഗോ ടു ഡെക്കാൻ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ, അവിടെ നമുക്ക് ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ വാസ് എ കൾച്ചറൽ മൊസൈക്ക് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹാരപ്പൻസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു നോർത്ത് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേണിൽ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് IVC ഫ്ലറിഷ് ചെയ്തപ്പം നമുക്ക് സദേൺ പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സ്റ്റോൺ ഏജ് ആയതേ ഉള്ളൂ, സ്റ്റോൺ ഏജ് ഫ്ലറിഷ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം എവിടെയാണ്? സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലും അതേപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ ശ്രീലങ്കയിലും ഒക്കെ. അതേപോലെ ഡെക്കാൻ ഏരിയ, വെസ്റ്റേൺ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണ്, രാജസ്ഥാൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പം ചാൽക്കോലിത്തിക് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കർണാടക, ആന്ധ്രാപ്രദേശ് അല്ലേ, അവിടെ എന്താ കാണാൻ കഴിയുന്നത്? നിയോലിത്തിക് ആണ് കാണാൻ കഴിയുന്നത്. സോ ഒരു കൾച്ചറൽ മൊസൈക്ക് ആയിരുന്നു അന്ന് ഹാരപ്പൻസിൻ്റെ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 3000 തുടങ്ങിയ IVC പിന്നീട് 1900 BC ഒക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പല കാരണങ്ങളാണ് ഹിസ്റ്റോറിയൻസ് ഡിക്ലൈനിന് വേണ്ടി പറയുന്നത്. ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് വന്നത്, അതേപോലെ തന്നെ ട്രേഡ് ഡിസ്റപ്ഷൻസ്, മെസപ്പൊട്ടോമിയ ആയിട്ട് ട്രേഡ് ഡിസ്റപ്ഷൻസ് വന്നതൊരു കാര്യമാണ്. റിവർ ഡ്രൈയിങ് അപ്പ്, റിവർ ഡ്രൈ ആവുന്നത് ഒരു വലിയൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രോട്ട്, ഫാമീൻസും ഡ്രോട്ടും ഒക്കെ ഒരു കാരണമായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ഇൻവേഡ് ചെയ്യുന്നത് ഒരു കാരണമായിട്ട് കണ്ടു. ദെൻ ഫ്ലഡ് വന്നിട്ട് റിവേഴ്സ് കോഴ്സ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് എന്താണ്, പല ആൾക്കാർ പലയിടത്തേക്ക് മൂവ് ചെയ്ത് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് IVCയുടെ ഡിക്ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ആൾക്കാർ നോർത്ത് വെസ്റ്റിൽ നിന്നും പിന്നീട് സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനിലേക്ക്, ഇവിടുന്ന് പിന്നീട് ഈസ്റ്റും അതേപോലെ സൗത്തും ഡിറക്ഷനിലേക്ക് പോയി പിന്നീട് പലയിടത്തായിട്ട് സെറ്റിൽ ചെയ്ത്. ഇപ്പോൾ പിന്നീട് ഇവർ തന്നെ കുറച്ച് പേര് ആര്യന്മാരായിട്ട് ഈ പറഞ്ഞോട്ട് ആര്യന്മാരുടെ കൂടെ വന്ന് ഗംഗാ വാലിയിൽ സെറ്റിൽ ചെയ്ത കഥകളുണ്ട്. അതൊക്കെ ഇനി നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പിന്നീട് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അല്ലേ, സൗത്തും ഈസ്റ്റിലേക്കും ഒക്കെ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ IVC എന്ന് പറയുന്നത്. IVCയുടെ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാത്തൊരു കാര്യമുണ്ട്, പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നമ്മൾ മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയ ഒരു ടെറാക്കോട്ട ഫിഗറിൻസ് ആണ്. ടെറാക്കോട്ട അല്ല, പ്രീസ്റ്റ് കിങ്ങിൽ ഒരു പ്രീസ്റ്റിനെയാണ് ഹീസ് വെയറിങ് എ ഷോൾ. ഇത് ടെറാക്കോട്ടയല്ല, സ്റ്റെറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സീലുകൾ പോലെ തന്നെയാണ് സ്റ്റെറ്റിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്രീസ്റ്റ് കിങ്ങിൽ എന്ത് ഇട്ടിട്ടുണ്ട്, ഒരു ഷോള് വെയർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ് നമുക്ക് ഈ ഒരു
എന്താ പറയുക പ്രീസ്റ്റ് കിങ്ങിൽ കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് മോഹൻജൊദാരോന്ന് കിട്ടിയതൊന്നാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, കാരണം എന്തൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയണ്ടേ. നമുക്കിപ്പോൾ മോഹൻജൊദാരോ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? മോഹൻജൊദാരോ നമുക്ക് ഗ്രേറ്റ് ബാത്ത്, റിച്വലിസ്റ്റിക് ബാത്ത്, ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, ഗ്രാനറി ഉണ്ട്, പിന്നെ നമുക്ക് യൂണിക്കോൺ സീല്, പശുപതി സീല്, ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ദ ഡാൻസിങ് ഗേൾ, പ്രീസ്റ്റ് കിങ്, ഇതൊക്കെ മോഹൻജൊദാരോ, സിറ്റാഡൽ ലോവർ ടൗൺ, ഇതൊക്കെ നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിൽ വരുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.